ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ലെബനനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറ് ഇസ്രായേലിന് ഗുണകരമാകുന്ന രീതിയിലുള്ള കരാറാണ്. അമേരിക്ക ഇറാനുമായിട്ട് വെച്ചതുപോലെയുള്ള ഒരു കരാറല്ല. ശരിക്കും അമേരിക്കയ്ക്ക് തന്നെ ഇതൊരു പാഠമാണ്. ഈ കരാറിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത് മാർക്കോ റൂബിയോയാണ്. മാർക്കോ റൂബിയോ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെല്ലാം കയറി ചർച്ച നടത്തി. അതിനോടൊപ്പം ഈ ലെബനാൻ വിഷയത്തിൽ ഇറാൻ്റെ ഇടപെടൽ അത് പ്രത്യേകിച്ച് തടയപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളത് കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലെബനൻ്റെ വിഷയം ലെബനൻ്റെ സോവറിനിറ്റിയിൽ ഒതുങ്ങി നിൽക്കണം, ആ വിഷയത്തിലേക്ക് മറ്റൊരു തേർഡ് പാർട്ടി രാജ്യം ഇടപെടേണ്ടതില്ല എന്നുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും അതേപോലെ അറബ് ലീഗിനെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പക്ഷേ ഇത് നെതന്യാഹുവിനും കൂടി ഒരു വിജയമാണ്. കാരണം നെതന്യാഹു എന്താണോ ഡ്രാഫ്റ്റ് ചെയ്തത് അതേ മാതൃകയിൽ ലെബനന്റെ ഗവൺമെന്റ് ഒപ്പുവെച്ചിരിക്കുകയാണ്. On behalf of President Aoun and Prime Minister Salam, we would like to thank President Trump, Secretary Rubio, Councillor Holler, Ambassador Issa, and the US government team for hosting and facilitating these historic talks in Washington, D.C. The trilateral framework we signed today is a first step on the road to restoring Lebanese sovereignty and territorial integrity, securing a permanent and final cessation of hostilities, enabling our people to go back to their land, and allowing all Lebanese to live in peace, security, and prosperity. This was a long and difficult meeting. We are grateful to the hosts and to the two delegations for their cooperation during these talks. This milestone was made possible through the leadership of President Aoun, the tenacity of Prime Minister Salam, the resilience of Ambassador Karam, and the patriotism of the Lebanese armed forces. Thank you all so much. ഈ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി ലെബനന്റെ ഉള്ളിൽ ഹെസ്ബുള്ളകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ലെബനനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അവിടെ ഹെസ്ബുള്ളയുടെ ഡോമിനേഷൻ എത്രമാത്രമുണ്ട്, എങ്ങനെയാണ് അവരുടെ ഡോമിനേഷൻ, ഫൈനാൻഷ്യലി എത്രമാത്രം അവരുടെ ഡോമിനേഷൻ, പൊതുജനങ്ങളുടെ ഇടയിൽ അവർ എത്രത്തോളം ഇൻഫിൽട്രേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പല വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖർദൽ ഹസൻ ബാങ്കിങ് സിസ്റ്റം, അവരുടെ സ്വർണ്ണപ്പണയ വായ്പകൾ, പല പരിപാടികൾ, ലോൺ സംവിധാനങ്ങൾ, വീട് പണിയാൻ ലോണ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഖർദൽ ഹസൻ ബാങ്ക് ത്രൂ ഹെസ്ബുള്ള ലെബനൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ ആധിപത്യം നേടിയിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ കരാറ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഹെസ്ബുള്ള അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തി ബെയ്റൂത്തിൻ്റെ എയർപോർട്ട് വരെ അവരുടെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ബെയ്റൂത്തിൽ പൂർണ്ണമായിട്ടുള്ള പ്രതിഷേധമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇസ്രായേലും ലെബനനും തമ്മിൽ എന്താണ് ഈ കരാർ എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് പൂർണ്ണമായിട്ടും സൗത്ത് ലെബനാനിൽ നിലനിൽക്കാം, IDF-ന് നമ്പർ 1 പോയിന്റ്. അതിൽ നിന്നും ഇസ്രായേൽ പിന്മാറേണ്ടതില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് കളറിൽ, അതായത് ഈ പിങ്ക് കളറിൽ കാണുന്ന ആ ഒരു പോർഷനിലാണ് ഇസ്രായേൽ ഇപ്പം ഈ ലിറ്റാനി റിവറിൻ്റെ അടുത്ത് ആ ഒരു രീതിയിൽ അപ്പുറത്ത് ഈ അലി അൽ താഹിർ റിഡ്ജ് വരെയുള്ള ഏരിയ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗത്ത് ലെബനാനിൽ തന്നെ ലിറ്റാനി റിവർ വരെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചടക്കിയിട്ടില്ല. ഇപ്പുറത്ത് കുറച്ച് ഏരിയ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അതിനോടൊപ്പം ഈ സദൻ ലെബനാൻ്റെ ഏരിയയിൽ പൂർണ്ണമായിട്ടുമുള്ള വില്ലേജസ് എല്ലാം തന്നെ ഒഴിഞ്ഞു പോകണം. അവിടെ പൊതുജനങ്ങൾ താമസിക്കാനും പാടില്ല. യുനീഫിലിന് ഇനി സ്ഥാനമില്ല അവിടെ. ഇനി അഥവാ ലെബനാനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രാൻസിനും അമേരിക്കയ്ക്കും അവരുടെ ട്രൂപ്പിനെ അവിടെ കൊണ്ട് നിർത്താം. അല്ലാതെ യുനീഫിലിന് അവിടെ ഇനി ഒരു ഹോപ്പില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഡീലിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇസ്രായേലിന് വേണ്ട ഡീലാണിത്, അല്ലാതെ ലെബനാനിന് വേണ്ട ഡീലല്ല. ലെബനൻ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ലെബനൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ ജോസഫ് ആവോൻ, അമേരിക്കയും സൗദി അറേബ്യയും ഫ്രാൻസൊക്കെ കൊണ്ടിരുത്തി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് ആവോൻ. ലെബനൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ആവോനെ ഹെസ്ബുള്ള അതേപോലെ ഹെസ്ബുള്ളയുടെ അനുയായികളെല്ലാം തന്നെ നോക്കിക്കാണുന്നത് അമേരിക്കയുടെ അഥവാ ഇസ്രായേലിൻ്റെ ഒരു പപ്പറ്റായിട്ടാണ് ജോസഫ് ആവോനെ കാണുന്നത്. അത് അവരുടെ കാഴ്ചപ്പാട്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ലെബനൻ ഗവൺമെൻറ്, അതാണ് ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അത് ജോസഫ് ആവോൻ നയിക്കുന്ന
ലെബനൻ ഗവൺമെന്റ് ആണ് ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്. ഇപ്പം പാവ സർക്കാരാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ പാവയാണ് ഇസ്രായേലിന്റെ പാവയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സൗദി അറേബ്യയുടെ പിന്തുണ ജോസഫ് ഹവോന്റെ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്യുന്നത് ജോസഫ് ഹവോനെയാണ്. പക്ഷേ ഇവിടെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, അവിടെ ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് അവിടെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലെബനൻ്റെ ഉള്ളിൽ ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലെ ലെബനൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. പക്ഷേ ഇവിടെ ഇറാൻ നിരുപാധികം പരാജയപ്പെടുകയാണ് ലെബനൻ്റെ ഉള്ളിൽ. ഇനി അവർക്ക് മറ്റു മാർഗങ്ങളിലൂടെ, അവരുടെ സ്വാഭാവികമായിട്ടുള്ള അരാജകത്വത്തിലൂടെ, ആക്രമണങ്ങളിലൂടെ, ഒളിപ്പോരുകളിലൂടെ, തീവ്രവാദ പൊട്ടിത്തെറികളിലൂടെ അവർക്ക് ലെബനൻ്റെ ഉള്ളിൽ യുദ്ധം തുടരാം. അതിനുള്ള സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞു ലെബനൻ്റെ ഉള്ളിൽ. ഇനി സെൻകോം ഇന്ന് രാവിലെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇറാൻ്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഏരിയകളിൽ ഖെർക്ക് എന്ന് പറഞ്ഞ ആ ഏരിയയിലും അതേപോലെ കെഷം ഐലൻഡിനെ കുറച്ച് നീങ്ങിയുള്ള ഏരിയകളിലെല്ലാം ഇറാൻ്റെ സൈഡിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണം ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ IRGCയുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ വിന്യസിച്ചിരുന്ന ബോട്ടുകളെല്ലാം അമേരിക്ക അടിച്ച് തകർത്തിട്ടുണ്ട്. അതിന് അമേരിക്ക കൃത്യമായിട്ട് ഇറാന് കൊടുക്കുന്ന ഒരു താക്കീതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ആക്രമണം കഴിഞ്ഞിട്ട് ഇറാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ആക്രമണത്തിന് തയ്യാറാണ്, അമേരിക്ക നിങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്തിക്കോളൂ, ഇറാൻ രംഗത്തിറങ്ങാൻ പോവാണ്, ഇനി IRGC തുടരെ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഈ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് JD വാൻസ് അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൂട്ടിയ സീസ് ഫയർ അല്ലെങ്കിൽ MOU എന്ന് പറഞ്ഞിട്ട് ഒപ്പുവെച്ച ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അതിന് പുല്ലുവില. അതിനെ അപ്പാടെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഈ ആക്രമണം നടത്താനുള്ള കാരണം ഇറാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒമാൻ്റെ തീരത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാനെതിരെ അമേരിക്ക പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ 60 ദിവസത്തേക്ക് കപ്പലുകൾ കടന്നു പോകാനും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു രീതിയിലുള്ള തടസ്സങ്ങളും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മറവിൽ ഇറാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പണപ്പിരിവ്, ഇറാൻ്റെ ഇൻഷുറൻസ് വിൽക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ ഇറാൻ്റെ അജണ്ടയിലുണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വ്യഗ്രത, അത് ഇനി ഭാവിയിൽ അങ്ങോട്ട് ഉടനീളം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, അതിന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇറാൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിൽ അഥവാ അവരുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളിൽ, നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് ഇറാൻ ശാഠ്യം പിടിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കയുടെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും നിലപാട് അതാണ്. ഈ വിഷയമാണ് മാർക്കോ റൂബിയോ കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഉടനീളം ആ രാജ്യങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത്. ഇവിടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ് നിലപാടെടുക്കേണ്ടത്. അമേരിക്കയാണ് ഇത്തരത്തിലുള്ള ഇറാൻ അനുകൂലമായിട്ടുള്ള ഡോക്യുമെന്റിൽ പോയി ഒപ്പുവെച്ചത്. അതിന് ഹെൽപ്പ് ചെയ്തത് പാകിസ്ഥാനെ വിശ്വസിച്ച് ലോകത്ത് ആരെങ്കിലും പോയിട്ട് ഒരു കരാറിൽ ഒപ്പിടുമോ? ഈ ലോകത്ത് എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാന്റെ അടുത്ത് പോയിട്ട് മീഡിയേഷൻ നടപ്പിലാക്കിയ ചരിത്രമുണ്ടോ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഈ ഒറ്റൊരു പ്രസിഡന്റിനെ കൊണ്ട് മാത്രമാണ് അത് സാധ്യമായിരിക്കുന്നത്. മിടുക്കനാണ്, അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ എന്തായാലും ഈ ഡീൽ ഇപ്പം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്രമണം നടത്തിയിട്ട് വീണ്ടും ഞങ്ങൾ ഡീലിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും ഈ ഡീലിനെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അതിനെ ഒരു ഡിഫൻസ് മെത്തേഡായിട്ട് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് അങ്ങനെ നിലനിൽക്കില്ല. ഇറാൻ്റെ IRGCയുടെ സീനിയർ ലീഡർഷിപ്പിലുള്ള മോഹസിൻ റസായി പുള്ളിക്കാരൻ രാവിലെ ഒരു പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ടോള് പിരിക്കും. അത് നിങ്ങൾ ടോളെന്നോ ഡ്യൂട്ടിന്നോ സർവീസെന്നോ എന്ത് വേണേലും ആയിക്കോളൂ. കാരണം ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം കപ്പലുകൾ കടന്നു പോകാൻ എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ വാദം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ ആരുടെ കയ്യിൽ നിന്നാണ്? അവിടെ ഇപ്പോൾ ആരാണ് ആക്രമണം നടത്തുന്നത്? ഇറാൻ തന്നെ ആക്രമണം നടത്തുന്നു, എന്നിട്ട് ഇറാൻ തന്നെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു പറയുന്നു. നിങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ മാത്രം മതി. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് സേഫാണ്. അവിടെ മൈനുകൾ കൊണ്ട് വിതറിച്ചിരിക്കുന്നത് ആരാണ്? ഇറാനല്ലേ. പിന്നെ ആരുടെ നിന്നാണ് കപ്പലുകൾക്ക് സുരക്ഷിതത്വം വേണ്ടത്? ഇറാൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്? ഇറാനാണ് പൈസ കൊടുക്കേണ്ടത്. ആരാണ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത്? ഇറാനാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇതാണ് ഇതിൻ്റെ വിരോധാഭാസം. ആക്രമണം നടത്തുന്നതും ഇറാൻ, സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതും ഇറാൻ. അവരുടെ കളി മനസ്സിലായല്ലോ. കാരണം ഇപ്പോൾ 60 ദിവസത്തെ ഡീൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ആക്രമണം നടത്തുന്നത്? ഒമാൻ വഴിയോ ഏത് വഴി വേണമെങ്കിലും കപ്പൽ പൊയ്ക്കോട്ടെ. അവിടെ ഇപ്പോൾ ആക്രമണം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. 60 ദിവസം ചർച്ച നടത്തി ഒരു ഫൈനലൈസ് ഡീലിൽ എത്തിയിട്ട് വേണ്ടേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ? ഇപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പരമാവധി കപ്പലുകൾ ഒമാൻ തീരത്തുകൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാപ്പ്, ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഈ മാപ്പ് നമ്മൾ വീഡിയോകളിൽ കാണിക്കുന്നത്. ഇതിൽ ഈ
ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം എല്ലാം തന്നെ ഇറാന്റെ ടെറിട്ടറിയാണ്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. ഇപ്പുറത്ത് ബ്ലൂ കളറിൽ കാണുന്ന എല്ലാം തന്നെ ഒമാന്റെ ടെറിട്ടറിയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഇന്റർനാഷണൽ വാട്ടർവേ? അതിനെക്കുറിച്ച് രണ്ട് രാജ്യങ്ങളും മിണ്ടുന്നില്ല. അപ്പം ഇറാൻ പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ടോൾ പിരിച്ചേക്കാം എന്നുള്ള അഭിപ്രായം ഒമാന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വന്നതായിട്ട് ഒമാന്റെ ലീഡർ പറഞ്ഞിട്ടുണ്ട്. അതും തന്നെ മാർക്കോ റൂബിയോ ഇന്നലെ ഒമാനിൽ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കിയതോടുകൂടി ഒമാനും ഈ ടോൾ പിരിവിൽ നിന്നും പിന്മാറി. യൂറോപ്പിനല്ല, ആർക്കും തന്നെ ടോൾ പിരിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഒമാൻ്റെത്. അത് ഇറാൻ ഒരു തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒമാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് വീണ്ടും ഇറാൻ ഇന്നലെ വൈകുന്നേരം ഒമാന്റെ തീരത്തൂടെ പോയ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. അതിനൊരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഇറാന്റെ മേളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ വീണ്ടും മിഡിൽ ഈസ്റ്റ് ടെൻസ്ഡ് മൊമെന്റിലേക്ക് പോവാണ്. കാരണം 25-ാം തീയതി മുതലേ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. 25-ാം തീയതി വൈകുന്നേരം ഒമാന്റെ തീരത്തുള്ള ഒരു സിംഗപ്പൂർ കപ്പലിന് നേരെയാണ് അറ്റാക്ക് നടത്തിയത്. അപ്പം അങ്ങനെ തുരിതര അറ്റാക്ക് നടത്തുമ്പോൾ ഇപ്പോൾ ഇന്നലെ കൂടി നമ്മൾ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഡ്രോൺ വെച്ചിട്ടുള്ള അറ്റാക്കാണ് ഇറാൻ ഇന്നലെ നടത്തിയത്. ഇറാന്റെ 5 ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിട്ടുണ്ടായിരുന്നു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളും കൃത്യമായിട്ട് ഇസ്രായേലിന് ഒരു ഡോമിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ കൊടുത്ത സ്പീച്ചിൽ ഉടനീളം സംസാരിച്ചിരുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ലെബനൻ വിഷയത്തിൽ നമ്മൾ സമ്പൂർണ്ണ വിജയം നമ്മൾ നേടും. യഥാർത്ഥ ലെബനൻ ജനങ്ങൾ, ലെബനീസ്, നിങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കണമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് ടു ദ പീപ്പിൾ ഓഫ് ലെബനാൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം ഇറാന്റെ ഡീൽ പൊളിയുന്നുവെങ്കിൽ അതും ഇസ്രായേലിന്റെ ആ ഒരു ശക്തമായിട്ടുള്ള നിലപാടിന് കിട്ടുന്ന ഒരു വിജയമായിരിക്കും. ശരിക്കും പറഞ്ഞ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ രാജ്യത്തിന്റെ നിലപാടിന് കിട്ടുന്ന നേട്ടമായിരിക്കും. ട്രംപ് എന്ന് പറഞ്ഞ ആളുടെ ദീർഘവീക്ഷണമില്ലാത്ത രീതിയിൽ എടുത്ത തീരുമാനത്തിന് കിട്ടുന്ന ഒരു തിരിച്ചടിയും കൂടിയാവും. ഇസ്രായേലിന്റെ വിഷയം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 100% ഗാസ, ഇപ്പം 60% ഗാസ ഒക്ടോബർ 7 മുമ്പ് എന്തായിരുന്നു ഗാസ, ആ ഗാസ ഇപ്പം 40% മാത്രമാണുള്ളത്. ജസ്റ്റ് 40%. അതും തന്നെ ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് സ്ഥലം നഷ്ടപ്പെട്ടത്? അതായത് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് മെയ് 14-ാം തീയതി പ്രൊക്ലെയിം ചെയ്തപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ മെയ് 15-ാം തീയതി 1948 യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട് ഇസ്രായേലിനെ, അതായത് പുതിയതായിട്ടുണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു എൻറ്റയർ പാലസ്തീനായിട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഇതുവരെ ഈ നിമിഷം വരെ അവർക്ക് ആ സ്ഥലം തിരിച്ചു പിടിക്കാനും പറ്റിയിട്ടില്ല. അവർ നിരന്തരം ഇസ്രായേലിനോട് ഏറ്റുമുട്ടി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിയുന്നത്. സോഫാർ ഇപ്പം ഞാൻ പറഞ്ഞ ഗാസയിൽ 100% ഗാസ സ്ട്രിപ്പ്, അതിൽ 60% വീണ്ടും ഇസ്രായേൽ ഇപ്പം ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അവിടെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. ഇപ്പോഴും അത് IDFന്റെ കൺട്രോളിലാണ്. അവിടെ നിന്ന് IDF വിഡ്രോ ചെയ്തിട്ടില്ല. 40% ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ സദൻ ലെബനാനിൽ ലെബനനുമായിട്ട് സൗത്ത് ലെബനാൻ ലിറ്റാനി റിവർ വരെ ഇസ്രായേലിൻ്റെ IDFന് സമ്പൂർണ്ണ ഫ്രീഡം കൊടുത്തുകൊണ്ടുള്ള എഗ്രിമെൻറ്റിൽ ലെബനൻ ഗവൺമെൻറ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. അവിടെയും ഇസ്രായേലിന് തന്നെയാണ് നേട്ടം. ഇപ്പുറത്ത് ഗോലൻ ഹൈറ്റ്സ്, സിറിയയുടെ ഉള്ളിൽ പലതവണ സിറിയയോട് യുദ്ധം നടത്തിയിട്ട് പിടിച്ചെടുത്തിരുന്ന ഗോലൻ ഹൈറ്റ്സ് വീണ്ടും അവർക്ക് തിരികെ കൊടുത്തിട്ട് അതവർക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ആ ഗോലൻ ഹൈറ്റ്സിൽ നിന്നും നിരന്തരം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന അതേ ഗോലൻ ഹൈറ്റ്സ് ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇതാണ് ഇവിടെ ഇസ്രായേലിന് അനുകൂലമായിട്ട് മാറിമറിഞ്ഞിരിക്കുന്ന ജിയോ പൊളിറ്റിക്സ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറാൻ ഇറാഖ് അതിർത്തിയിൽ 4 ഇറാനിയൻ കാവൽക്കാർ, സെക്യൂരിറ്റി ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി കുർദിഷ് സേനകളുടെ സൈഡിൽ നിന്നും കടന്നുകയറ്റം നടത്തിയതായിട്ടും അങ്ങനെ ഈ 4 ഇറാനിയൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ കുർദിഷിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത് ജസ്റ്റ് വാർത്തകളിൽ വരുന്ന ഒരു കാര്യമാണോ ഇല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ മറ്റൊരു തരത്തിലുള്ള കളിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇറാന്റെ മേലിൽ സമ്മർദ്ദം ഇടാൻ വേണ്ടിയിട്ട് നിലവിൽ അമേരിക്കയ്ക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കുർദിഷ് സേനകളെ വെച്ചിട്ട് പണി കൊടുക്കാൻ തുടങ്ങിയോ എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല. അതുപോലെ തന്നെ മൊസാദിൻ്റെ മേളിലും ഒരു ഡൗട്ടുണ്ട്. അതായത് ഈ 4 സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഇറാഖ് ഇറാൻ ബോർഡറിൽ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സോഫാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.